കൂട്ടുകാരെ, ഇന്ന് പാലക്കും പനീറും കൂടെയുള്ള ഒരു കറിയാണ്, നോർത്ത് ഇന്ത്യൻ കറി. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലതായിട്ട് വെട്ടിത്തിളച്ച വെള്ളത്തിൽ പാലക്ക് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് വാടാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കട്ടിയുള്ള തണ്ടൊക്കെ നമ്മളങ്ങ് കളയണം. ഞാനത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 വലിയ തക്കാളി തൊലി കളഞ്ഞിരുന്നത്. ഇനി പാലൊക്കെ തേൻ നോക്കിക്കാൻ ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തു. പനീർ ഞാൻ ശകലം ബട്ടർ ഒഴിച്ചൊന്ന് 2 സൈഡും പൊള്ളിച്ച് വെച്ചിരിക്കുകയാണ്. ചട്ടി വെച്ചു. ഇനി നമുക്ക് ബട്ടറാണ് ഇതിലേക്ക് ആവശ്യം. എണ്ണ വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിന്ന് ഇതാണ് ചേർക്കുന്നത്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു. ഇട്ട് നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് മറ്റ് ചേരുവകളൂടെ ചേർത്ത് വയ്ക്കാം. ഞാൻ കുറച്ച് ജീരകവും പച്ചമല്ലിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ്. തക്കാളി ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. വഴണ്ട് വരുമ്പോൾ നമുക്കിതിന് വേണ്ട മസാലയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ജീരകവും പച്ചമല്ലി പൊടിച്ചതും, അതായത് ക്രഷ് ചെയ്യുന്ന മല്ലി ഇട്ടിട്ട് ഇതുപോലെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി. നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന ഐറ്റമാണ് ജീരകവും പച്ചമല്ലി. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം, എണ്ണ തെളിയുന്ന വരെ ബട്ടർ. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് പറഞ്ഞിരുന്ന് വരെ നല്ലതായിട്ട് ഇളക്കി കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ച് വെക്കണം. ഇളക്കി നമുക്ക് അതിനകത്തോട്ട് കസൂരി മേത്തി, ഉലുവ ചീരയുണ്ടല്ലോ, അതിൻ്റെ ഉണങ്ങിയതാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. ഉണങ്ങിയത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് അതിനകത്തോട്ടൊന്ന്, അതൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ കറികളുടെ ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് അതുകൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പാലൊക്കെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാൻ മിക്സിയിൽ നല്ലതായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഇതിനകത്തോട്ടൊന്ന് അടിച്ച് ചേർക്കാം. ഇത് വെട്ടിത്തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് ഒരു തിള വരുന്ന പരുവാകുമ്പോൾ നമുക്ക് പനീറൂട്ടിട്ട് ഇളക്കി എടുക്കാം. അത്രയേ ഉള്ളൂ, വലിയ ജോലിയൊന്നുമില്ല. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കോരി കുടിക്കുക വരെ ചെയ്യും കുഞ്ഞുങ്ങൾ. നല്ല ആരോഗ്യം, ഇത് കാൽസ്യമൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതല്ലേ. അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് പാലക്കിലൊക്കെ. നല്ലതാണ്, നല്ല ചീരയാണ്. അപ്പോൾ ഇത് അതിലോട്ട് ഇളക്കി ഉപ്പും കറക്റ്റും എല്ലാം നോക്കി നമുക്ക് വാങ്ങാവുന്നതാണ്. ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട. ഇതിൻ്റെ മേളിൽ ശകലം കസൂരി മേത്തിയും കൂടെ നമുക്ക് പൊടിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് തിളയ്ക്കണ്ട. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ചൂടാക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ലതായിട്ട് ഇളക്കി ഇച്ചിരി. ഇനി ഇത് വെക്കും തോറും നല്ലതായിട്ട് കുറുകെ വന്നുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ പാലക്ക് പനീർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ശകലം നാരങ്ങ നീരോട് ഞാനകത്ത് ചേർക്കുന്നുണ്ട്. നമുക്ക് ഒരു ലൈറ്റ് പുളിക്ക് വേണ്ടി. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും യൂട്യൂബിലാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന പാചകങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും പ്രോത്സാഹിപ്പിക്കണം, നിരുത്സാഹപ്പെടുത്തരുത്. നമ്മൾ അന്തസ്സോടെ ഒരു വീഡിയോ ഇടുന്നതുമായിട്ട് മറ്റ് തെറ്റുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുക്കിങ്ങാണ് വീഡിയോ ആയിട്ട് വിടുന്നത്. അപ്പം എല്ലാവരും അത് അംഗീകരിക്കണം. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.